ഈശ്വരശായിക്കും സ്തുതിയായിരിക്കട്ടെ. ഉണ്ണിനിലാവിന്റെ 7ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം ജീവിതത്തിലെ എല്ലാ നിമിഷവും ദൈവത്തെ സ്തുതിക്കുന്ന പരിശുദ്ധ അമ്മ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കുന്ന കുട്ടികൾ എന്നതിനെ കുറിച്ചാണ്. എല്ലാ നിമിഷവും ദൈവത്തോട് നന്ദിയുള്ളവളായി ജീവിച്ചതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പരിശുദ്ധ അമ്മ. തന്റെ ജീവിതവും സ്വപ്നവും ബലിയായി നൽകിയ കന്യക ഇതാ കർത്താവിന്റെ ദാസി എന്നുറക്കെ പറയുവാനും മറ്റുള്ളവരെ സഹായിക്കാനും തയ്യാറായി. വേദപാരംഗതനായ മിസ്റ്റർ തോമസ് അക്വിനാസ് പറഞ്ഞു, കപ്പൽ സഞ്ചാരികൾക്ക് ദിശ കാണിക്കുന്ന കടലിലെ പ്രകാശ ഗോപുരം പോലെയാണ് ക്രൈസ്തവർക്ക് ഈ ലോക ജീവിത തീർത്ഥാടനത്തിൽ പരിശുദ്ധ അമ്മ. ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന കുഞ്ഞിന് മറിയത്തിന്റെ ചിത്രത്തിലേക്ക് ചൂണ്ടിക്കാണിച്ച് മാതാവ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ശീലം ഉപേക്ഷിക്കാൻ മലയാളികളായി നമുക്ക് സാധിക്കുന്നു. അത്രമേൽ മറിയം ഓരോ കത്തോലിക്കന്റെയും ഓർമ്മയിൽ കുഞ്ഞുനാൾ മുതൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ശൈശവത്തിൽ തന്നെ നടത്തേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്നും വ്യതിചലിക്കുകയില്ല. പരിശുദ്ധ അമ്മയെ വിശുദ്ധ എഫ്രേം വിശേഷിപ്പിക്കുന്നത് സ്വർഗവാതിലെന്നാണ്. കുഞ്ഞുങ്ങളായ നമ്മൾ ഓരോരുത്തരുടെയും പരമലക്ഷ്യം സ്വർഗമാണ്. ഈ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് മാതൃകയാവാം പരിശുദ്ധ കന്യകാമറിയം. അക്ഷരാർത്ഥത്തിൽ മാതൃക എന്നാൽ കണ്ടു പഠിക്കേണ്ടത് എന്നതാണ്. മറിയത്തിൽ നിന്നും കണ്ടു പഠിക്കേണ്ടത് അറിയാൻ നമുക്ക് ശ്രമിക്കാം. എളിമ എന്ന പുണ്യം അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞു മക്കൾക്ക് സംശയം സ്വീകരിക്കാവുന്ന ഏക ഗുരുനാഥയാണ് പരിശുദ്ധ കന്യകാമറിയം. ഇതിന് സാക്ഷ്യം മറിയത്തിന്റെ സ്വസ്ത്രഗീതത്തിൽ നമുക്ക് കാണാം. തന്റെ ചാർച്ചക്കാരായ എലിസബത്തിന്റെ അഭിവാദ്യം സ്വീകരിക്കുകയും അവരുടെ കീർത്തനങ്ങൾ കേൾക്കുകയും ചെയ്ത മറിയം ദൈവാത്മാവിനാൽ പ്രചോദിതയെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരു കീർത്തനം ആലപിച്ചു എന്ന് വിശുദ്ധ ലൂക്കാ 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. എളിമ എന്ന പുണ്യം മാത്രമല്ല, ദൈവിക പുണ്യങ്ങളായ വിശ്വാസം, ശരണം, സ്നേഹം എന്നിവയുടെ വിളനിലയമാണ് പരിശുദ്ധ കന്യകാമറിയം. സ്നേഹമാണ് എല്ലാ പുണ്യങ്ങളുടെയും ഉദ്ഭവക്കേന്ദ്രം. യേശുനാഥൻ നമുക്ക് നൽകിയിരിക്കുന്ന ഒരേ ഒരു കൽപ്പന സ്നേഹിക്കുക എന്നാണ്. സ്നേഹത്തെ നിരസിക്കാത്തവൻ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ചോളുമാണ് പരിശുദ്ധ കന്യകാമറിയം. അതായത് പാപക്കറയില്ലാത്തവൻ. കൂട്ടുകാരെ, ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ക്ഷമയെന്ന പുണ്യം അഭ്യസിക്കുന്നവർക്കും മറിയത്തിന്റെ കുരിശു ചുവട്ടിലെ മാതൃകകളുമാകുമോ മറ്റേതും? കുഞ്ഞുങ്ങളായ നാം എങ്ങനെ അനുസരിക്കണം എന്നുള്ളത് യേശുനാഥൻ നമുക്ക് നൽകിയിരിക്കുന്ന പാഠപുസ്തകമാണ് പരിശുദ്ധ കന്യകാമറിയം. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന മറിയത്തിന്റെ വാക്കുകളിൽ ശരിയായി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കി തരുന്നു. നാഷണൽ ജോഗ്രഫിക് മാഗസീനിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും ശക്തിയായ വനിത എന്നും ദ മോസ്റ്റ് മോറൽ വുമൺ എന്നും മറിയത്തെ വിശേഷിപ്പിക്കുന്നത് ക്രൈസ്തവർക്ക് മാത്രമല്ല മറ്റു മനുഷ്യർക്കും മാതൃകയാണ് മറിയമെന്ന് ഉറപ്പാക്കുന്നു. കൂട്ടുകാരെ, വിശുദ്ധി എന്നാൽ ദൈവിഷ്ടം നിറവേറ്റുകയും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ജീവിത രീതിയുമാണ്. കുഞ്ഞുങ്ങളായ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ അനന്തര സംഭവങ്ങൾ മാതാവിനെ പോലെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നന്ദി പറഞ്ഞ് ജീവിക്കാൻ സാധിക്കട്ടെ. മാതാപിതാക്കളോടും ഗുരുഭൂതരോടും മുതിർന്നവരോടും വൈദികരോടുമൊക്കെ നന്ദി പറഞ്ഞാൽ സാധിക്കട്ടെ. ദൈവത്തിന് മുന്നിൽ നന്ദി പറയുന്നവരെ ദൈവം ഒരിക്കലും മറന്നു കളയുകയില്ല. നമ്മുടെ വാക്കുകളിലും പ്രവർത്തികളിലും ഒക്കെ നല്ലൊരു മൂല്യബോധമുള്ളവരായി വളരാൻ മാതാവിന്റെ മാതൃകയും മറിയത്തിന്റെ സ്വസ്ത്രഗീതവും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.